പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഈ അടുത്ത സമയത്ത് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു സിനിമാ താരം നാദിർ ഷായുടെ വളർത്തുപൂച്ച ഗ്രൂമിങ്ങിനെ തുടർന്ന് മരണമടഞ്ഞു എന്നുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഗ്രൂമിംഗ് ആയിരുന്നില്ല മരണകാരണം, മറിച്ച് ഹൃദയസ്തംഭനമായിരുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. അതോടെ ആ വിവാദം കെട്ടടങ്ങുകയും ചെയ്തു. എന്താണ് ഗ്രൂമിംഗ്, എന്തിനു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ അരുമ മൃഗസ്നേഹികൾക്ക് എന്നും ഉണ്ടാവാം. ഗ്രൂമിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ അറിവ് പങ്കുവയ്ക്കുന്നത്. ഗ്രൂമിംഗ് സാധാരണയായി ചെയ്യുന്നത് ഒരു വളർത്തു നായ അല്ലെങ്കിൽ ഒരു വളർത്തു പൂച്ച ഓമന മൃഗത്തിൻ്റെ ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും ശുചിത്വത്തിനും വേണ്ടിയാണ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ എന്തൊക്കെ കടമ്പകൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജസ് ഗ്രൂമിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ചെയ്യുന്നത് ബ്രഷിംഗ് ആണ്. സാധാരണ നീളം കൂടിയ രോമമുള്ള നായ്ക്കൾ അല്ലെങ്കിൽ പൂച്ചകളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ബ്രഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നീളം കുറഞ്ഞ രോമങ്ങളുള്ള ഇനങ്ങളാണെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഇത്തരത്തിലുള്ള ബ്രഷിംഗ് ആവശ്യമായി വരികയുള്ളൂ. അതിനുശേഷം ചെയ്യുന്നത് നല്ല ഒരു ഷാമ്പു ഉപയോഗിച്ച് നായയെ അല്ലെങ്കിൽ പൂച്ചയെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല ഒരു ഷാമ്പു എന്ന് പറയുമ്പോൾ നായക്കുട്ടിയുടെ അല്ലെങ്കിൽ പൂച്ചയുടെ പ്രായത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിന് പുറമേയുള്ള ബാഹ്യപരാധങ്ങളായ ചെള്ള്, പേന് തുടങ്ങിയവയെ അകറ്റുന്നതിനായിട്ടുള്ള ഷാമ്പുകൾ തുടങ്ങിയവയെ ആശ്രയിച്ചായിരിക്കും ഏത് തരം ഷാമ്പു ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും നായക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും സംബന്ധിച്ചാണെങ്കിൽ അബദ്ധവശാൽ കണ്ണിൽ പോയാൽ പോലും കണ്ണുനീർ വരാത്ത രീതിയിലുള്ള ടിയർലെസ് ഷാമ്പു ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അത്തരത്തിലുള്ള ടിയർലെസ് ഷാമ്പു ആയിരിക്കും ഇത്തരത്തിലുള്ള താരതമ്യേന പ്രായം കുറഞ്ഞ നായക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും കുളിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. മറ്റ് ബാഹ്യപരാധങ്ങൾ ടിക്സ്, ഫ്ലീസ്, ലൈസ് തുടങ്ങിയ ചെള്ള്, പേന തുടങ്ങിയ ബാഹ്യപരാധങ്ങൾ, രക്തം കുടിക്കുന്ന പരാധങ്ങൾ അവയുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനനുസൃതമായി ഇവയെ നശിപ്പിക്കുന്നതിനാവശ്യമായ ഷാമ്പു ഉപയോഗിച്ച് വേണം നമ്മളുടെ അരുമ മൃഗത്തെ കുളിപ്പിക്കുവാൻ. ഇത് കൂടാതെ ചിലപ്പോൾ സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധമുള്ള നായ്ക്കളോ പൂച്ചകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദുർഗന്ധം അകറ്റുന്നതിനാവശ്യമായ ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചുള്ള കുളിയാണ് അടുത്ത പടി. കുളിപ്പിച്ചതിന് ശേഷം നായയുടെ ശരീരം നന്നായി തുടച്ച് ഉണക്കുകയാണ് അടുത്ത പടി. ഈ ഒരു ഘട്ടത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം പലപ്പോഴും ഗ്രൂമിംഗ് സെൻറ്ററുകളിലും മറ്റും ഹീറ്റർ ഉപയോഗിച്ചായിരിക്കും ഇത്തരത്തിൽ നമ്മുടെ ഓമന മൃഗത്തെ ശരീരം വെള്ളം റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്ന അമിതമായ ചൂട്, ഹീറ്ററിൽ നിന്നുള്ള അമിതമായ ചൂട് ചിലപ്പോൾ നായയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ വളർത്തു പൂച്ചയ്ക്കുമൊക്കെ ദോഷകരമായി വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ഗ്രൂമിംഗ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില കാര്യങ്ങൾ നായയുടെ അല്ലെങ്കിൽ അരുമ മൃഗത്തിൻ്റെ ആരോഗ്യത്തെ ദോഷകരമായി ഒരുപക്ഷെ അതിൻ്റെ മരണത്തിന് തന്നെ കാരണമായേക്കാവുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഗ്രൂമിങ്ങിനിടയിൽ അല്ലെങ്കിൽ വളരെ അക്രമാസക്തനായ അല്ലെങ്കിൽ വളരെയേറെ ഓവർ ആക്റ്റീവായി അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായുള്ള മൃഗങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അനസ്തേഷ്യ നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകുന്നത് തീർച്ചയായിട്ടും ഒരു പരിചയസമ്പന്നനായ വെറ്റിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കും. അനസ്തേഷ്യ നൽകുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ വൈറ്റൽസ് എല്ലാം നോക്കിയതിന് ശേഷം അതിൻ്റെ ബോഡി വെയ്റ്റ് അനുസരിച്ച് കൃത്യമായ അളവിൽ മാത്രം അനസ്തേഷ്യ നൽകി, മൈൽഡ് ഡോസ് അനസ്തേഷ്യ നൽകി, സെഡേഷൻ നൽകി മാത്രമായിരിക്കും ഇത്തരത്തിൽ വയലൻ്റായ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത നായ്ക്കളെയോ പൂച്ചകളെയോ ഗ്രൂമിങ്ങിന് വിധേയമാക്കുന്നത്. അപ്പോൾ കുളിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം മാത്രമേ നായ്ക്കളെ കുളിപ്പിക്കുവാൻ പാടുള്ളൂ. കാരണം ദിവസവും കുളിപ്പിക്കുന്നത് മൂലം ജലാംശം ത്വക്കിനിടയിലും രോമങ്ങൾക്കിടയിലും പറ്റി നിന്ന് അത് അണുബാധയ്ക്കും മറ്റ് ചർമ്മരോഗങ്ങൾക്കും കാരണമാകാം എന്നുള്ളതുകൊണ്ടാണ് ദിവസവും നായ്ക്കളെ കുളിപ്പിക്കരുത് എന്ന് നാം പറയുന്നത്. നാം കുളിപ്പിച്ച് നായയുടെ ശരീരം നന്നായി ഉണക്കി തുടച്ച് എടുത്തു കഴിഞ്ഞു. അടുത്ത പടിയായി നാം ചെയ്യേണ്ടത് അതിൻ്റെ
നഖം വെട്ടുക എന്നുള്ളതാണ്. മാസത്തിലൊരിക്കൽ നായ്ക്കളുടെ നഖം വെട്ടി അതിൻ്റെ നീളം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അത്യധികമായി നഖം വളർന്നു കഴിഞ്ഞാൽ നായയ്ക്ക് യഥാവിധി നടക്കാനോ ഓടിച്ചാടി കളിക്കാനോ കഴിയാതെ വരുന്നു. അതുകൊണ്ട് മാസത്തിലൊരിക്കൽ നായ്ക്കളുടെ നഖം വെട്ടേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പടിയായി ഗ്രൂമിങ്ങിൽ നാം ചെയ്യുന്നത് അവയുടെ ചെവി വൃത്തിയാക്കുക എന്നുള്ളതാണ്. നനഞ്ഞ തുണി ഉപയോഗിച്ച് ചെവിയുടെ പുറഭാഗവും അകഭാഗവും അകത്തേക്ക് വെള്ളം കയറാതെ ചെവിയുടെ അകഭാഗം ഉൾവശവും വൃത്തിയാക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വെറ്ററിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഇയർ ക്ലെൻസറുകൾ ഉപയോഗിച്ച് ചെവിയുടെ ഉൾവശം വൃത്തിയാക്കി എടുക്കാവുന്നതുമാണ്. അടുത്ത പടിയായി നാം ചെയ്യുന്നത് കണ്ണ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കണ്ണിലെ പീളയും മറ്റും അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കും മറ്റും ഉണ്ടെങ്കിൽ അത് നോർമൽ സലൈൻ അല്ലെങ്കിൽ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ച് കണ്ണുകൾ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത പടി. അതിനുശേഷം നാം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനെ ഓവറോൾ ഒന്ന് നമ്മൾ പരിശോധിച്ച് വൃത്തിയായിട്ടുണ്ടോ എന്ന് സ്വയം നാം ബോധ്യപ്പെടുത്തണം. ഇത്തരത്തിലുള്ള ഗ്രൂമിങ്ങിന് ശേഷം ഇത് നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഇതൊരു പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളായ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഗ്രൂമിങ്ങിൻ്റെ ഓരോരോ പടികളും നിങ്ങളോട് വിശദീകരിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ഗ്രൂമിങ്ങിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ അരുമമൃഗമായ നായയ്ക്കോ പൂച്ചയ്ക്കോ ഒരു ട്രീറ്റ്, എന്തെങ്കിലും ഒരു സമ്മാനം, അതിനിഷ്ടമുള്ള കളിപ്പാട്ടമോ ഒരു ആഹാരമോ ഒരു ആഹാരമോ കൊടുക്കുന്നത് വഴി അതിന് കൂടുതൽ മാനസിക സന്തോഷവും ഉല്ലാസവും ലഭിക്കും. അതുമാത്രമല്ല, ഉടമസ്ഥൻ തന്നെ ഗ്രൂം ചെയ്യുമ്പോൾ നമ്മളുടെ കരങ്ങൾ കൊണ്ട് തന്നെ നമ്മളതിൻ്റെ ശരീരത്തിൽ തഴുകുമ്പോൾ, മസാജ് ചെയ്യുമ്പോൾ, കുളിപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഉടമയും നായയും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുന്നു. നായയ്ക്ക് അതോടൊപ്പം മാനസികാരോഗ്യവും വർദ്ധിക്കുന്നു. മറ്റൊരു വിഷയമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും. അതുവരെ ഗുഡ് ബൈ.